ഹായ് ഓൾ, എല്ലാവർക്കും റീഡോ ലൈഫിലേക്ക് സ്വാഗതം. ഞാനും സാനിയും കൂടെ ഇന്നിപ്പോൾ ടൗണിലൊന്ന് പുറത്ത് പോവാണ്. ഇവിടെ പൊങ്കലിൻ്റെ സെലിബ്രേഷനൊക്കെ, ഇപ്പോൾ പൊങ്കലിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഇവിടെ പൊതുവെ എല്ലാത്തിനും വിലക്കുറവാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ 2000 രൂപ എൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ വെച്ചിട്ടുണ്ട്. വീട്ടാവശ്യത്തിനൊക്കെ വെച്ചിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. അപ്പോൾ അതിൽ 2000 രൂപയുണ്ട്. അപ്പോൾ 2000 രൂപയ്ക്ക് എന്തൊക്കെ വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. 2000 രൂപ ഞാൻ സ്പെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു 1000 രൂപ അടുത്ത്, അല്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടും എന്നുള്ളത് നമുക്കിന്ന് നോക്കാമേ. ഇത് നമ്മൾ നടക്കുന്ന വഴിയാണ്. അവിടെ ഒരു നാരകമൊക്കെ ഉണ്ട്. അത്യാവശ്യം നിറച്ച് ചെടികളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായത്. എൻ്റെ സ്കൂളിൻ്റെ വഴി തന്നെയാണ്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇവിടെ എല്ലാം ഉള്ളത്. തൊട്ട് പുറകെ സ്കൂൾ കാണാം. നമ്മൾ ഏകദേശം ആ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൽ തന്നെയുള്ളൊരു വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. പൂവൊന്നും പറിക്കാൻ പാടില്ല. പൂവിന് വേനിക്കില്ലേ? ഞാനും മോളും ഇന്ന് ബസ്സിലാണ് വന്നത്. ഇവിടെ സിറ്റി ബസ് സ്ത്രീകൾക്ക് ഫ്രീ ആണ്, നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ നല്ല തിരക്കാണ്. നല്ല പൂരത്തിൻ്റെ ആളുണ്ട്. ശിവ ടെക്സ്റ്റൈൽസ് എന്ന് പറഞ്ഞ് ടൗണിലുള്ള ടെക്സ്റ്റൈൽസാണ് വന്നത്. വന്നപ്പോൾ തന്നെ സാൻവിക്ക് ഇഷ്ടപ്പെട്ടൊരു ഡ്രസ്സ് ഉണ്ട്. പക്ഷേ അത് ഒത്തിരി വലുതാണ്. കാണാനൊക്കെ കൊള്ളാം, പക്ഷേ കുറച്ച് വലുതാണ്. ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് സാരികളും ഒക്കെ വിൽക്കുന്നത്. എല്ലാത്തിനും നല്ല വിലക്കുറവാണ്. ഇത് സാരിയുടെ സെക്ഷനാണ്. സാരികൾ, ആ ബ്ലാക്ക് സാരിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ അതെടുത്തില്ല. ഞാൻ വേറെ 2 സാരിയൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും നല്ല കുറഞ്ഞ വിലയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഷോപ്പിംഗ് കഴിയുമ്പോഴത്തേനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പതുക്കെ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് തിരിച്ച് ബസ്സിൽ തന്നെയാണ് പോകുന്നത്. എൻ്റെ അടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പൊക്കെ ഉള്ള. ഒരു പോപ്കോണും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. വീട്ടിൽ ഞങ്ങൾ ഇത്രയും സാധനങ്ങളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൽ ഈ പച്ച ഗാഗ്ര ചോളിയാണ് സാൻവിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇത് ഓഫർ പ്രൈസിലാണ് കിട്ടിയത്. ഇതിന് 600 സംതിങ് ആണ് ആയിട്ടുള്ളത്. ഇതിനും പിന്നെ അതുപോലെ തന്നെ വാങ്ങിച്ച മറ്റേ മഞ്ഞ ഡ്രസ്സിൻ്റെ വില ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയാണ്. ഇത് 120 രൂപയുള്ളൂ ഇതിന് രണ്ടും. ഈ 2 സെറ്റായിട്ട് വാങ്ങിച്ചതുകൊണ്ടാണ് 120 ആയത്. അതല്ല സെപ്പറേറ്റായിട്ട് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇതിന് 60 രൂപയ്ക്ക് 40 രൂപയ്ക്കൊക്കെ കിട്ടും. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്രശ്നമില്ല, നനച്ചാലൊന്നും നിറമൊന്നും ഇളകത്തില്ല. അത്രയ്ക്കും നല്ല. സാരിയുടെ വിലയാണ് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തിയത്. ഞാൻ ഇതിൻ്റെ വില ഒരു എന്തായാലും ഒരു 300 രൂപയ്ക്ക് മുകളിലാകുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ വില ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വില ജസ്റ്റ് വിലക്കുറവാണ് ഇതിനുള്ളത്. നെട്ടരുത്, 199 രൂപയുള്ളൂ ഇതിന്. സാരിയാണിത്. നല്ല ഭംഗിയുണ്ട് അല്ലേ? ഈ സാരിക്കും അതേ വില തന്നെയാണ്. കറക്റ്റ് 200 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചൊരു സാരിയാണിത്. എൻ്റെ അമ്മയ്ക്ക് ഇതേ പ്രിൻറ്റിൽ തന്നെ ഉള്ളൊരു സാരി ഉണ്ട്. ഇതിൻ്റെ കളർ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇതേ സ്റ്റഫ് തന്നെയുണ്ട്. നാട്ടിൽ ഓൾമോസ്റ്റ് നമുക്ക് 600-700 രൂപയൊക്കെയാണ് ഈ ഒരു സാരിക്ക് വരുന്നത്. ഇവിടെ നമുക്ക് 200 രൂപയ്ക്കാണ് കിട്ടിയത്. ഇതുപോലെ ഞാൻ 500 രൂപയ്ക്കാണ് വിചാരിച്ചത്, പക്ഷേ 200 ഉള്ളൂ ഇതിൻ്റെ പ്രൈസും. അപ്പം ഇത്രയൊക്കെയാണ് നമ്മളുടെ ടോട്ടൽ ഷോപ്പിംഗ് വരുന്നത്. അപ്പോൾ ഷോപ്പിംഗ് അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പം നമ്മൾക്കൊരു പോപ്കോണൊക്കെ വാങ്ങിച്ചു. അപ്പോൾ എൻ്റെ ടോട്ടൽ പ്രൈസ് എന്ന് പറയുന്നത് 1268 രൂപയ്ക്കാണ് നമ്മൾ ഷോപ്പിംഗ് നടത്തിയത്. അപ്പോൾ മോളുടെ ഗാഗ്ര ചോളി ഒരു 600 രൂപ ആയതുകൊണ്ട് മാത്രമാണ് 1000 രൂപയിൽ കടന്നത്. അല്ലായിരുന്നെങ്കിൽ അത് 1000 രൂപയിൽ താഴെ നിൽക്കത്തുള്ളായിരുന്നു. പട്ടുപാവാടയൊക്കെ ഉണ്ടായിരുന്നു, അത് 500 രൂപ അത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ പട്ടുപാവാട എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം നമ്മളുടെ ഒരു സ്റ്റൈല് പട്ടുപാവാട അല്ല അത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ ഗാഗ്ര ചോളിയാണ് കുറച്ച് ഭംഗിയായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു ഡ്രസ്സ് ഷോപ്പിങ് 500 രൂപയുടെ മുകളിൽ ഒരെണ്ണം പോയതുകൊണ്ട് മാത്രം അത് 1200 ആയി. അതല്ല നമ്മളിപ്പോൾ ഈ 120 പോലത്തേക്കുള്ള ഡ്രസ്സുകളാണ് നോക്കുന്നുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സുകളൊക്കെ എടുക്കാം. അപ്പോൾ അടുത്ത വട്ടവും സാലറി കിട്ടി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പോയിട്ട് സാരി എടുക്കണം വിചാരിക്കുന്നുണ്ട്. സാരി ഞാൻ നിങ്ങളെ ഇനിയും കാണിച്ചു തരാം കേട്ടോ. ബൈ ബൈ.